إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وعلى آله وأصحابه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൻ്റെ മുഴുവൻ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം കഴിവിൻ്റെ പരമാവധി പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ഈ പറയുന്ന എനിക്കും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇമാം തബറാനി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുഅ്ജമിലും മറ്റു ചില ഹദീസ് പണ്ഡിതന്മാർ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിലും കൊണ്ടുവന്നിട്ടുള്ള മഹാനായ സഹാബി അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൻ്റെ റിവായത്തായി കൊണ്ടുവന്നിട്ടുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുന്നതായി കാണാൻ: അഹബ്ബുൻ നാസി ഇലല്ലാഹി അൻഫഉഹും വഅഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അസ്സ വജൽ സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം ഔ തക്ഷിഫു അൻഹു കുർബഹ ഔ തഖ്ദി അൻഹു ദൈന ഔ തത്റുദു അൻഹു ജൂഅ വലഅൻ അംശി മഅ അഖിൽ മുസ്ലിമി ഫീ ഹാജത്തിൻ അഹബ്ബു ഇലയ്യ മിൻ അൻ അഅ്തകിഫ ഫിൽ മസ്ജിദി ശഹറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അഹബ്ബുൻ നാസി ഇലല്ലാഹി അൻഫഉഹും, ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്ന ആളുകളാണ് എന്നാണ്. വ അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അസ്സ വജൽ, കർമ്മങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ എന്നുള്ളത് സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിമിൻ, നീ മുസ്ലിമിൻ്റെ മനസ്സിൽ സന്തോഷമുണ്ടാക്കി കൊടുക്കുക, സന്തോഷമിട്ട് കൊടുക്കുക എന്നതാണ്. ഔ തക്ഷിഫു അൻഹു കുർബ, അല്ലെങ്കിൽ ആ മുസ്ലിമിനെ തൊട്ടൊരു പ്രയാസം നീ നീക്കിക്കൊടുക്കുക. ഔ തഖ്ദി അൻഹു ദൈന, അല്ലെങ്കിൽ അവനെ തൊട്ട് അവൻ്റെ കടം അത് വീട്ടിക്കൊടുക്കുക. ഔ തത്റുദു അൻഹു ജൂഅ, അല്ലെങ്കിൽ ആ മുസ്ലിമിൻ്റെ വിശപ്പ് ഇല്ലാതാക്കി കൊടുക്കുക. വല അൻ അംശിയ മഅ അഖിൽ മുസ്ലിമി ഫീ ഹാജത്തിൻ അഹബ്ബു ഇലയ്യ മിൻ അൻ അഅ്തകിഫ ഫിൽ മസ്ജിദി ശഹറാ, മുസ്ലിമായ എൻ്റെ ഒരു സഹോദരൻ്റെ കൂടെ അവൻ്റെ വല്ല ആവശ്യത്തിനും വേണ്ടി അവൻ്റെ കൂടെ നടക്കുക എന്നതാണ് മസ്ജിദിൽ ഒരു മാസം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. ആ ഹദീസിന്റെ അവസാനത്തിൽ ഇങ്ങനെ കാണാം: വമൻ മശാ മഅ അഖീഹിൽ മുസ്ലിമി ഫീ ഹാജതിഹി ഹത്താ യുസ്ബിതഹാ ലഹു അസ്ബതല്ലാഹു തആല ഖദമഹു യൗമ തസില്ലുൽ അഖ്ദാം, ആരെങ്കിലും അവൻ്റെ മുസ്ലിമായ സഹോദരൻ്റെ കൂടെ അവൻ്റെ വല്ല ആവശ്യത്തിനു വേണ്ടി നടന്നാൽ അവൻ്റെ ആ ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, അത് പൂർത്തിയാക്കി കൊടുക്കുന്നത് വരെ മുസ്ലിമായ സഹോദരൻ്റെ കൂടെ ഒരാൾ നടന്നാൽ, അവൻ്റെ കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ കാലുകൾ ഇടറിപ്പോകുന്ന ദിവസത്തിൽ അഥവാ ഖിയാമത്ത് നാളിൽ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യൻ്റെ ആ വ്യക്തിയുടെ കാലിന് സ്ഥൈര്യം നൽകും, അവൻ്റെ കാലിന് ഉറപ്പ് നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്.
സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും കർമ്മങ്ങളെക്കുറിച്ചുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പറയുന്നത്. ഒന്നാമതായി അവിടുന്ന് പറഞ്ഞു, അഹബ്ബുൻ നാസി ഇലല്ലാഹി അൻഫഉഹും, ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ അവർ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്ന ആളുകളാണ് എന്നാണ്. സഹോദരങ്ങൾ, ആലോചിച്ച് നോക്കൂ, ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉപകാരിയായിട്ടുള്ള ആളുകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. എന്തുമാത്രം മഹത്വമേറിയ കർമ്മമാണ് ജനങ്ങൾക്ക് നന്മ ചെയ്യുക, അവർക്ക് ഉപകാരം ചെയ്യുക, അവർക്ക് സഹായികളായി തീരുക എന്നത് എത്രമാത്രം മഹത്വമേറിയ കർമ്മമാണ് എന്ന് ഈ ഒരു ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് അതിൻ്റെ മഹത്വം? അങ്ങനെയുള്ള ആളുകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമുള്ള, ഏറെ ഇഷ്ടപ്പെടുന്ന ചില പുണ്യങ്ങളെയാണ്, ചില നന്മകളെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. അവിടുന്ന് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, വഅഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അസ്സ വജൽ, കർമ്മങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിമിൻ. ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, നീ ഒരു മുസ്ലിമിന്റെ മനസ്സിൽ സന്തോഷമുണ്ടാക്കി കൊടുക്കുക, ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിൽ നീ സന്തോഷമിട്ട് കൊടുക്കുക എന്നതാണ്. സഹോദരങ്ങളെ, വളരെയധികം മഹത്വമേറിയ ഒരു പുണ്യകർമ്മമാണ് മുസ്ലിമീങ്ങളെ സന്തോഷിപ്പിക്കുക, അവരുടെ മനസ്സിൽ സന്തോഷമുണ്ടാക്കി കൊടുക്കുക എന്നത്. മഹാനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ദലുൽ അഅമാൽ, സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണ്? അൻ തുദ്ഖില അലാ അഖീകൽ മുഅ്മിനി സുറൂറാ, നിന്റെ മുഅ്മിനായ സഹോദരന് അവന്റെ മനസ്സിൽ നീ സന്തോഷമുണ്ടാക്കി കൊടുക്കുക, അവനെ നീ സന്തോഷിപ്പിക്കുക എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അഫ്ദലായ കർമ്മമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, താങ്കൾ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ താങ്കൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കർമ്മം ഏതാണ് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇദ്ഖാലുസ് സുറൂരി അലൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ മനസ്സിൽ സന്തോഷമുണ്ടാക്കി കൊടുക്കുക, മുസ്ലിമീങ്ങളെ സന്തോഷിപ്പിക്കുക എന്നതാണ് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മമായി അദ്ദേഹം മറുപടി കൊടുത്തിട്ടുള്ളത്. സഹോദരങ്ങൾ, ഒരു മുസ്ലിമിന്റെ സങ്കടം മാറ്റി അവന് ആശ്വാസം നൽകുക, അവന്റെ മനസ്സിലെ ഭാരം കുറക്കുക എന്നൊക്കെയാണ് ഈ ഹദീസിൽ മുസ്ലിമിന്റെ മനസ്സിൽ സന്തോഷമുണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നോക്കൂ സഹോദരങ്ങളെ, എത്രമാത്രം എളുപ്പമുള്ള, എത്രമാത്രം എളുപ്പത്തിൽ ചെയ്യാവുന്ന വളരെ ലളിതമായ ഒരു കർമ്മമാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു പ്രവർത്തനം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വലിയ നേട്ടം നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹദീസ് മനസ്സിൽ വെച്ചുകൊണ്ട് സഹോദരങ്ങളെ, ആ നീയത്തോടുകൂടി നമ്മൾ ആളുകളോട് ഇടപഴകാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുസ്ലിമീങ്ങളോട് നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മുടെ സഹോദരങ്ങളോട് നമ്മൾ ഇടപഴകുമ്പോൾ ഈ ഒരു ഹദീസ് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, നമ്മുടെ സംസാരങ്ങൾ കൊണ്ട് സഹോദരങ്ങളെ നമുക്ക് അവരുടെ മനസ്സിൽ സന്തോഷമുണ്ടാക്കി കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വളരെ മഹത്വമേറിയ പ്രതിഫലമാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ഒരു ലളിതമായ കർമ്മത്തിന് നിശ്ചയിച്ചിട്ടുള്ളത്. എന്താണ് അതിൻ്റെ പ്രതിഫലം എന്നുള്ളത്? എന്താണ് ആ പ്രവർത്തനത്തിൻ്റെ മഹത്വം എന്നുള്ളത്? കർമ്മങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മമായിട്ടാണ് ആ പ്രവൃത്തിയെ അല്ലാഹു റബ്ബുൽ ആലമീൻ നിശ്ചയിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ഈ ഒരു കാര്യം ഇത് സമ്പത്ത് കൊണ്ട് മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമല്ല, മറിച്ച് നമ്മുടെ വാക്കുകൾ കൊണ്ടും നമ്മുടെ പെരുമാറ്റം കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുമൊക്കെ ഈ പറഞ്ഞ കാര്യം സാധ്യമായിട്ടുള്ള കാര്യമാണ്. അഥവാ മുസ്ലിമായ നിന്റെ സഹോദരൻ്റെ മനസ്സിൽ സന്തോഷമുണ്ടാക്കി കൊടുക്കുക എന്നത് നമ്മുടെ പെരുമാറ്റം കൊണ്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും നമ്മുടെ സ്വഭാവം കൊണ്ടും അതുപോലെ തന്നെ നല്ല വാക്കുകൾ കൊണ്ടുമൊക്കെ നമുക്ക് ചെയ്യാൻ സാധ്യമായിട്ടുള്ള കാര്യമാണ്. മഹാനായ സഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അഫ്ദലുൽ അഅമാൽ, സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം എന്നുള്ളത് ഇദ്ഖാലുസ് സുറൂരി അലൽ മുഅ്മിൻ, വിശ്വാസിയുടെ മനസ്സിൽ നീ സന്തോഷമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതേത് രീതിയിൽ, നിനക്ക് സാധിക്കുന്ന രീതിയിൽ, ചെറിയ രീതിയിൽ എങ്കിലും
മുസ്ലിമീങ്ങളെ നീ സന്തോഷിപ്പിക്കാൻ സാധിക്കുക എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അമൽ എന്നുള്ളത്. എന്നിട്ട് ചില ഉദാഹരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, കസൗത ഔറത, നിനക്ക് എങ്ങനെ സന്തോഷിപ്പിക്കാൻ സാധിക്കും അങ്ങനെ നീ ചെയ്യുക. ഒന്നല്ലെങ്കിൽ നീ അവൻ്റെ ഔറത്ത് മറക്കുന്ന രീതിയിൽ, അവൻ്റെ ന്യൂനതകൾ, അവൻ്റെ ഔറത്ത് മറക്കുന്ന രീതിയിൽ അവനെ നീ വസ്ത്രം ഉടുപ്പിച്ചുകൊണ്ട്, അഥവാ അവന് വസ്ത്രം നൽകിക്കൊണ്ട്, അതുമല്ലെങ്കിൽ അവൻ്റെ വിശപ്പ്, അവൻ്റെ വിശപ്പടക്കാൻ നീ സഹായിച്ചുകൊണ്ട്, അഥവാ ഭക്ഷണം നൽകിക്കൊണ്ട്, ഔ ഖദൈത ലഹു ഹാജ, അല്ലെങ്കിൽ അവൻ്റെ ചെറുതോ വലുതോ ആയ ഏതെങ്കിലും ഒരു ആവശ്യം അവന് വേണ്ടി നീ നിറവേറ്റി കൊടുത്തുകൊണ്ട്, ഈ രീതിയിലെല്ലാം നിനക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ മുസ്ലിമീങ്ങളുടെ മനസ്സിൽ നീ സന്തോഷമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, അങ്ങനെ മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിൽ അവർക്ക് സന്തോഷമുണ്ടാക്കി കൊടുക്കാൻ ഏറ്റവും വലിയ കാരണമായി നിലകൊള്ളുന്ന ഒരു കാര്യമാണ് പുഞ്ചിരി എന്നുള്ളത്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, മാ റഅയ്തു അഹദൻ അക്സറ തബസ്സുമൻ മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ഏറ്റവും കൂടുതൽ പുഞ്ചിരിക്കുന്ന മറ്റൊരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി അതായിരുന്നു. മുസ്ലിമീങ്ങളെ കാണുമ്പോൾ അവരെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അവരെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിൽ പറഞ്ഞു, പുഞ്ചിരി പോലും നിനക്ക് അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലം ലഭിക്കപ്പെടുന്ന ഒരു ഇബാദത്തായി മാറ്റിയെടുക്കാൻ സാധിക്കും. അതിൻ്റെ മഹത്വമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അത്തബസ്സുമു അലാ വജ്ഹി അഖീക ലക സദഖ, നിന്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി നിന്റെ സഹോദരനോട് നീ പുഞ്ചിരിക്കുക എന്നത് പോലും നിനക്ക് സദഖയായി രേഖപ്പെടുത്തുമെന്നാണ്. ഒരു സദഖ ചെയ്ത പ്രതിഫലം ആ പ്രവർത്തനത്തിലൂടെ നിനക്ക് വേണ്ടി രേഖപ്പെടുത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരു തരത്തിൽ പ്രയാസപ്പെടുന്ന ഒരു അധ്വാനം പോലും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കർമ്മമാണ് ആളുകളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക എന്നത്. അതിൻ്റെ പ്രതിഫലമാകട്ടെ സദഖയുടെ പ്രതിഫലമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു നന്മയുടെ കാര്യത്തിലും നമ്മൾ നിസ്സാരമായി കാണരുത്, ഒരു നന്മയെയും നമ്മൾ ചെറുതായി കാണരുത്. നമുക്കറിയില്ല നാളെ പരലോകത്ത് ഏത് നന്മയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മുതൽ കൂട്ടാവുന്നത്, ഏത് നന്മയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത്. ഒരു സുബ്ഹാനല്ലാഹ് പറയാൻ ദുനിയാവിൽ ഇനി ഒരു അവസരം കൂടി നമുക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന ദിവസം വരാനുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന ഏതേത് കർമ്മമാകട്ടെ ഒന്നിനെയും നമ്മൾ നിസ്സാരമായി കാണരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ, നന്മയിൽ ഒന്നിനെയും നിങ്ങൾ ചെറുതായി കാണരുത്, നിസ്സാരമായി കാണരുത്. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തൽഖിൻ, അത് നിന്റെ സഹോദരനോട് നീ ഇടപഴകുമ്പോൾ, അവനെ നീ അഭിമുഖീകരിക്കുമ്പോൾ മുഖപ്രസന്നതയോടുകൂടി, സന്തോഷമുള്ള മുഖത്തോടുകൂടി നീ അവനുമായി ഇടപഴകാൻ, അതുപോലെ തന്നെ അവനെ അഭിമുഖീകരിക്കാൻ സാധിക്കുക എന്ന രീതിയിൽ എന്നതാണെങ്കിൽ പോലും അതിനുവേണ്ടി നീ ശ്രമിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, മുസ്ലിമിൻ്റെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളിലൊന്നാണ് ഹദിയകൾ നൽകുക എന്നത്. പരസ്പരം സമ്മാനങ്ങൾ നൽകുക എന്നത് മുസ്ലിമീങ്ങളുടെ മനസ്സിൽ സ്നേഹവും സന്തോഷവും ഉണ്ടാക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, തഹാദു തഹാബ്ബു, നിങ്ങൾ പരസ്പരം ഹദിയകൾ നൽകുക. ചെറിയ രൂപത്തിലുള്ള ഹദിയകളാണെങ്കിൽ പോലും സഹോദരങ്ങളെ, അത് ലഭിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഒരു സന്തോഷവും ആ രീതിയിലുള്ളൊരു സ്നേഹബന്ധവും അവിടെ ശക്തിപ്പെടാൻ അത് കാരണമായി തീരുമെന്നാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ പരസ്പരം ഹദിയകൾ നൽകുക, അങ്ങനെ നിങ്ങൾ പരസ്പരം സ്നേഹബന്ധം ഊട്ടി ഉറപ്പിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ സ്നേഹമുണ്ടാക്കാൻ, അതുപോലെ മുസ്ലിമീങ്ങൾക്ക് മനസ്സിൽ സന്തോഷമുണ്ടാക്കി തരുന്ന ഒരു പ്രധാനപ്പെട്ട ഇബാദത്താണ് ആളുകളെ കാണുമ്പോൾ സലാം പറഞ്ഞു തുടങ്ങുക എന്നുള്ളത്. സ്നേഹത്തോടെയും പുഞ്ചിരിയോടെയും ആളുകളെ കാണുമ്പോൾ സലാം പറയുക എന്നത് സഹോദരങ്ങളെ, ഹൃദയങ്ങൾ തമ്മിലുള്ള അകലം കുറയ്ക്കാൻ അത് വളരെയധികം സഹായകരമായിട്ടുള്ള കാര്യമാണ്. അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തദ്ഖുലൂനൽ ജന്നത ഹത്താ തുഅ്മിനു, നിങ്ങൾ വിശ്വാസികളാകുന്നത് വരെ നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനു ഹത്താ തഹാബ്ബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ, ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ വിശ്വാസികളാവുകയുമില്ല. അവല അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹബബ്തും,
ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? അത് നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇടയിൽ പരസ്പരം സ്നേഹബന്ധം ഉണ്ടാക്കാൻ അത് കാരണമാകും. അങ്ങനെയുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സഹാബത്ത് അതേ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു, അഫ്ഷു സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക എന്നതാണ്. സഹോദരങ്ങളെ, ആളുകളെ കാണുമ്പോൾ, പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പുഞ്ചിരിയോടെയും സ്നേഹത്തോടെയുമുള്ള സലാം പറഞ്ഞു തുടങ്ങുക എന്നത് അവർ തമ്മിലുള്ള സ്നേഹബന്ധം ഊട്ടി ഉറപ്പിക്കാൻ, അകൽച്ച കുറയാനുള്ള കാരണമാകുന്ന വലിയ കാര്യമാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അതുപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹമുണ്ടാക്കുന്ന, മുസ്ലിമീങ്ങളുടെ മനസ്സിൽ സന്തോഷമുണ്ടാകാൻ കാരണമാകുന്ന ഒരു പ്രവർത്തനത്തിൽപ്പെട്ടതാണ് ആളുകളോട് നല്ല വാക്കുകൾ പറഞ്ഞ് അവരുമായി സംസാരിക്കുക എന്നത്. ഒരാൾ ചെയ്ത നല്ല കാര്യത്തെ പ്രശംസിക്കുകയും നല്ല വാക്കുകൾ പറയുകയും ചെയ്യുക എന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ സന്തോഷിപ്പിക്കുന്ന വലിയ കാര്യമാണ്. ഒരാൾ വല്ല പ്രവർത്തനവും ചെയ്തിട്ടുണ്ട് എങ്കിൽ, നല്ല രീതിയിലുള്ള എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ, നീ വളരെ നന്നായിട്ട് ആ കാര്യം ചെയ്തിട്ടുണ്ട് എന്ന രീതിയിൽ അയാളെ പ്രശംസിച്ച് പറയുക. സഹോദരങ്ങൾ, അത് കേൾക്കുമ്പോൾ അവൻ്റെ മനസ്സിലൊരു സന്തോഷമുണ്ടാകും. അതുപോലെ തന്നെ ഒരാൾ നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ട് എങ്കിൽ അയാളെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരം, അതിൻ്റെ പേരിൽ അയാളെ പ്രശംസിച്ചുകൊണ്ട് പറയുക. ആ രീതിയിലുള്ള സഹോദരങ്ങളെ, ചെറിയ സംസാരങ്ങൾ പോലും, നല്ല വാക്കുകൾ പോലും മുസ്ലിമിൻ്റെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാകാൻ കാരണമാകുന്ന കാര്യമാണ്. മാത്രവുമല്ല, അൽ കലിമത്തു തയ്യിബത്തു സദഖ, ആ നല്ല സംസാരങ്ങൾ പോലും, നല്ല വാക്കുകൾ പറയുക എന്നത് സ്വദഖയാണ്. സ്വദഖ ചെയ്തതിൻ്റെ പ്രതിഫലം അതിലൂടെ നിനക്ക് രേഖപ്പെടുത്തപ്പെടുമെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. ഉമ്മു ഖാലിദ് റളിയല്ലാഹു അൻഹ സഹാബികളുടെ കൂട്ടത്തിൽ ചെറിയൊരു കുട്ടിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ ആ സ്ത്രീ കടന്നു വരികയാണ്. അവർ പറയുന്നു, അതൈതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഅ അബി വഅലയ്യ ഖമീസുൻ അസ്ഫർ, എൻ്റെ ഉപ്പയുടെ കൂടെ ഞാൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചെന്നു. ഒരു മഞ്ഞ നിറത്തിലുള്ള വസ്ത്രമാണ് ഞാൻ അന്ന് ഉടുത്തിട്ടുള്ളത്. എന്നെ കണ്ടപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സന സന, ഏറ്റവും ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട് എന്നർത്ഥമാക്കുന്ന വാചകങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെൺകുട്ടിയോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറിയ ആ മകളുടെ, സഹാബിയുടെ, ചെറിയ കുട്ടിയായ സഹാബിയുടെ മനസ്സിൽ സന്തോഷമുണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉണ്ടായത് എന്ന് ഉമ്മു ഖാലിദ് റളിയല്ലാഹു അൻഹ പറഞ്ഞു തരുന്നത് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളുടെ മനസ്സിൽ സന്തോഷമുണ്ടാകാൻ കാരണമാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രയാസത്തിൻ്റെ സന്ദർഭത്തിൽ, വിഷമത്തിൻ്റെ ഘട്ടങ്ങളിൽ മുസ്ലിമീങ്ങളുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത്, അവരുടെ കൂടെ അവർക്കൊരു തുണയാവുക എന്നത്. ഒരാൾ വിഷമിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ രോഗിയായിരിക്കുമ്പോഴോ അവരെ സന്ദർശിക്കുക എന്നത് സഹോദരങ്ങളെ അവരുടെ മനസ്സിൽ വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി, പ്രാധാന്യത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഇന്നല്ലാഹ തആല കരീമുൻ യുഹിബ്ബുൽ കറം, അല്ലാഹു കരീമാണ്, അല്ലാഹു ഉദാരനാണ്, അങ്ങേയറ്റം നൽകുന്ന ഔദാര്യവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. യുഹിബ്ബുൽ കറം, അവൻ കറം എന്ന സ്വഭാവത്തെ, ഉദാരത എന്ന സ്വഭാവത്തെ അവൻ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു. വമൻ റഹിമ ഇബാദഹു റഹിമഹുല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമകളോട് ആരെങ്കിലും റഹ്മത്ത് കാണിച്ചാൽ അവനോട് അള്ളാഹുവും റഹ്മത്ത് കാണിക്കുന്നതാണ്. വമൻ അദ്ഖല സുറൂറ അലാ ഖൽബി ഗൈരിഹി, മറ്റുള്ളവരുടെ ഹൃദയത്തിൽ, മനസ്സിൽ ആരെങ്കിലും സന്തോഷമുണ്ടാക്കി കൊടുക്കുകയാണ് എങ്കിൽ അദ്ഖലല്ലാഹു സുറൂറ അലാ ഖൽബിഹി ഫിദ്ദുനിയ വൽ ആഖിറ, അവൻ്റെ മനസ്സിലും ഈ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷമുണ്ടാക്കി കൊടുക്കുമെന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ സ്നേഹിക്കുക, മുസ്ലിമീങ്ങളെ അവരുടെ ഇസ്ലാമിൻ്റെ പേരിൽ സ്നേഹിക്കുക, മറ്റൊന്നിൻ്റെ പേരിലുമല്ല, മറ്റു ഗ്രൂപ്പുകളുടെ പേരിലോ മറ്റു സംഘടനകളുടെ പേരിലോ രാഷ്ട്രീയ പാർട്ടികളുടെ പേരിലോ ഒന്നുമല്ല, മറിച്ച് മുസ്ലിമിനെ സ്നേഹിക്കേണ്ടത് അവൻ്റെ ഇസ്ലാമിൻ്റെ പേരിലായിരിക്കണം. മുസ്ലിം എന്ന നിലക്ക് നമുക്ക് മുസ്ലിമീങ്ങളോട് സ്നേഹബന്ധം ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അവരെ സന്തോഷിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഒരിക്കലും സഹോദരങ്ങളെ നമ്മിൽ നിന്ന് അതിന് വിപരീതമായ ഒരു പ്രവർത്തനം ഉണ്ടാവുവാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അവരെ വിഷമിപ്പിക്കുന്ന, മുസ്ലിമീങ്ങളുടെ മനസ്സിൽ പ്രയാസമുണ്ടാക്കുന്ന, ദുഃഖമുണ്ടാക്കുന്ന, സങ്കടമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകാതിരിക്കാൻ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതുണ്ട്. യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ലിയകുൻ ഹദ്ദുൽ മുഅ്മിനി മിൻക സലാസ, ഒരു വിശ്വാസിക്ക് നിന്നിൽ നിന്ന് ലഭിക്കേണ്ടത് 3 കാര്യങ്ങളാണ്. ഇല്ലം തൻഫഉഹു ഫലാ തദുറ, നീ അവൻ ഉപകാരം ചെയ്യുന്നില്ലെങ്കിലും
ഒരിക്കലും നിന്റെ ഭാഗത്ത് നിന്നൊരു ഉപദ്രവവും അവന് ലഭിക്കാൻ പാടില്ല. നീ ഉപകാരം ചെയ്യുന്നില്ലെങ്കിലും നീ അവനെ ഉപദ്രവിക്കരുത്. നീ അവനെ സന്തോഷിപ്പിക്കുന്നില്ലെങ്കിലും ഒരു കാരണവശാലും നീ അവനെ ദുഃഖിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. അവനെ നീ അവന്റെ നല്ല കാര്യങ്ങളുടെ പേരിൽ നീ പ്രശംസിക്കുന്നില്ല എങ്കിൽ പോലും അവനെ നീ ഒരു കാരണവശാലും അവനെ ആക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കരുത്. അവനെ കൊച്ചാക്കുന്ന, അവനെ അവഹേളിക്കുന്ന രീതിയിൽ, മാനസികമായി വിഷമിപ്പിക്കുന്ന രീതിയിൽ നിന്റെ ഭാഗത്തു നിന്നുള്ള സംസാരം ഉണ്ടാകരുത് എന്ന് യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാ നമുക്ക് പറഞ്ഞു തരുന്നതായി കാണുവാൻ സാധിക്കും. നോക്കൂ, നിങ്ങൾ നേരത്തെ പറഞ്ഞ ഹദീസിൽ രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുള്ള കാര്യം എന്താണ്? കർമ്മങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ രണ്ടാമതായി പറഞ്ഞിട്ടുള്ളത് ഔ തക്ഷിഫ അൻഹു കുർബ. ഒരു മുസ്ലിമിനെ തൊട്ട് അവൻ്റെ വല്ല പ്രയാസങ്ങൾ നീ നീക്കിക്കൊടുക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമുക്കറിയാം ഈ ദുനിയാവിലെ ജീവിതം എന്നത് വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങളുടെ വേദിയാണ്. വ്യത്യസ്തങ്ങളായ നിലക്ക് ഖൈറ് കൊണ്ടും ഷർറ് കൊണ്ടും പരീക്ഷിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വലനബ്ലുവന്നകും എന്ന് അല്ലാഹു തറപ്പിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, രോഗം കൊണ്ടോ കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടോ മാനസികമായ പ്രയാസങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള വല്ലേതെങ്കിലും പ്രയാസങ്ങൾ കൊണ്ടോ ഓരോ മനുഷ്യനും ഓരോ തരത്തിലുള്ള കുർബത്തുകൾ അഥവാ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെ അയൽവാസികളിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരിലുണ്ട്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരിലുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്. ആത്മാഭിമാനം കാരണത്താൽ വിഷമങ്ങൾ പുറത്തു പറയാൻ, അവരുടെ സങ്കടങ്ങൾ പുറത്തു പറയാൻ മടിക്കുന്ന ആളുകൾ ഉണ്ടാകാം. അങ്ങനെയുള്ള ആളുകളെ, സഹോദരങ്ങളെ, അന്വേഷിച്ചു ചെല്ലുകയും അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്താൻ അന്വേഷിച്ചു ചെല്ലുകയും അവരെ കേൾക്കാൻ തയ്യാറാവുകയും അവരുടെ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ സഹായിക്കാൻ നമ്മൾ മുൻകൈയെടുക്കുകയും അതുപോലെ തന്നെ അവർ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ അവർക്ക് തുണയാവുകയും ചെയ്യുക എന്നത് സഹോദരങ്ങളെ വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു ഇബാദത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നഫസ അൻ മുഅ്മിനിൻ കുർബതൻ മിൻ കുറബിദ് ദുനിയ നഫസ അല്ലാഹു അൻഹു കുർബതൻ മിൻ കുറബി യൗമിൽ ഖിയാമ. ഈ ദുനിയാവിലെ ഏതെങ്കിലും വല്ല ഒരു പ്രയാസം ഒരു വിശ്വാസിക്കാരെങ്കിലും എളുപ്പമാക്കി കൊടുത്താൽ, ഒരു വിശ്വാസിക്ക് ഈ ദുനിയാവിൽ ഏതെങ്കിലും വല്ല ഒരു പ്രയാസം ഒരാൾ നീക്കിക്കൊടുത്താൽ അതിന്റെ പ്രതിഫലമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നഫസല്ലാഹു അൻഹു കുർബതൻ മിൻ കുറബി യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാളിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് ഒരു പ്രയാസം അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിക്കൊടുക്കും, എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. സഹോദരങ്ങളെ, പരലോകത്തെ വിചാരണയും അവിടുത്തെ ഭയാനകമായ അവസ്ഥകളും നമ്മളൊന്ന് ഓർത്തു നോക്കൂ. എന്തെല്ലാം ഭീതിപ്പെടുത്തുന്ന, പ്രയാസപ്പെടുത്തുന്ന ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾക്ക് ആ ഒരു ഖിയാമത്ത് നാളിൽ കടന്നു പോകേണ്ടത്. അങ്ങനെയുള്ള പ്രയാസങ്ങളുള്ള ആ ഘട്ടത്തിൽ നമുക്ക് ഒരാശ്വാസം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, നമുക്കൊരെളുപ്പം ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, സഹോദരങ്ങളെ, ഇന്ന് ദുനിയാവിൽ നമ്മുടെ സഹോദരൻ്റെ വിഷമങ്ങളിൽ നമ്മൾ പങ്കുചേരേണ്ടതുണ്ട്. അവരെ സഹായിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മുസ്ലിമിൻ്റെ പ്രയാസം നീക്കിക്കൊടുക്കാൻ സാധ്യമാകുന്ന ഒരു വഴിയാണ്, അവരുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് വ്യക്തികൾ തമ്മിലുള്ള അല്ലെങ്കിൽ കുടുംബങ്ങൾ തമ്മിലോ ഉള്ള പ്രശ്നങ്ങളിൽ മധ്യസ്ഥത വഹിച്ചുകൊണ്ട് അവർക്കിടയിലെ പ്രയാസം നീക്കുക എന്നത്. ഇത് വലിയ പുണ്യമുള്ള കാര്യമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അലാ ഉഖ്ബിറുക്കും ബിഅഫ്ളലി മിൻ ദറജത്തി സിയാമി വസ്സലാത്തി വസ്സദഖ. നോമ്പിനേക്കാൾ, നിസ്കാരത്തേക്കാൾ, സദഖയേക്കാൾ ഏറ്റവും ഉന്നതമായ ദറജ ലഭിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സഹാബികൾ അതെ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ലാഹു ദാത്തിൽ ബൈൻ. ആളുകൾക്കിടയിലുള്ള പരസ്പരമുള്ള പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഇടപെട്ടുകൊണ്ട് രഞ്ജിപ്പുണ്ടാക്കുക, സുൽഹുണ്ടാക്കാൻ ശ്രമിക്കുക എന്നതാണ് ഇതിനേക്കാൾ വലിയ പ്രതിഫലമായി, ദറജയുള്ള കർമ്മമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ ഹദീസിൽ സഹോദരങ്ങളെ, മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഔ തഖ്ദി അൻഹു ദൈന. ഒരു മുസ്ലിമിനെ തൊട്ട് അവൻ്റെ കടം നീ വീട്ടിക്കൊടുക്കുക എന്നതാണ്. സഹോദരങ്ങളെ, കടം കാരണം
ജീവിതം വഴിമുട്ടിയ ആളുകളെ സഹായിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ അവൻ്റെ വലിയ കാരുണ്യത്തിന് കാരണമാകുന്ന വലിയൊരു നന്മയാണ്, വലിയൊരു ഇബാദത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കടബാധ്യത കാരണം ഹറാമിൻ്റെ കവാടങ്ങൾക്കരികിലേക്ക് പോകുന്ന എത്രയോ മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. ഒരാളുടെ സാമ്പത്തിക ബാധ്യതയിൽ, ഏതെങ്കിലും ഒരു മുസ്ലിമിനെ അവൻ്റെ സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് അവനെ മോചിപ്പിക്കുക എന്നത് സഹോദരങ്ങളെ വളരെ വലിയ പുണ്യമുള്ള ഒരു ഇബാദത്താണ് നമ്മൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മൻ യസ്സറ അലാ മുഅ്സിരിൻ, സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ആരെങ്കിലും എളുപ്പമുണ്ടാക്കി കൊടുത്താൽ യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും പരലോകത്തിലും അയാൾക്ക് അല്ലാഹുവും എളുപ്പമുണ്ടാക്കി കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, കടക്കാരന് പ്രയാസമുണ്ട് എങ്കിൽ, അത് തിരിച്ചടക്കാൻ പ്രയാസമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാൾക്ക് സാവകാശം നൽകുക, അത് ഇളവ് ചെയ്തു കൊടുക്കുക എന്നത് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയുന്നു, വഇൻ കാന ദൂ ഉസ്റത്തിൻ ഫനദിറത്തുൻ ഇലാ മൈസറ, കടം വാങ്ങിയ ആളുകൾ ഇനി പ്രയാസം അനുഭവിക്കുന്ന ആളാണ് എങ്കിൽ, അങ്ങനെ നിനക്ക് ബോധ്യപ്പെട്ടാൽ ഫനദിറത്തുൻ ഇലാ മൈസറ, ഒരൽപ്പം സാവകാശം നീ അയാൾക്ക് കൊടുക്കേണ്ടതുണ്ട്, ഒന്ന് നീട്ടിക്കൊടുക്കുക. വഅൻ തസദ്ദഖൂ ഖൈറുൽ ലക്കും, അല്ല മൊത്തമായി നീ കടം ഒഴിവാക്കി കൊടുക്കുക, സദഖ എന്ന നിലക്ക് ഒഴിവാക്കി കൊടുക്കുകയാണ് എങ്കിൽ ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായത് എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുകയാണ്. ഒന്നുകിൽ സാവകാശം നൽകുക. അങ്ങനെ സാവകാശം നൽകുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അർശിൻ്റെ തണൽ നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. കടം അത് അതിൻ്റെ അവധി എത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അവധി എത്തിക്കഴിഞ്ഞിട്ടോ ആളുകൾക്ക് സാവകാശം നൽകുക എന്നത് സഹോദരങ്ങൾ വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. അല്ലാഹു അവൻ്റെ അർശിൻ്റെ തണൽ നൽകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ അൻദറ മുഅ്സിറൻ, ആരെങ്കിലും സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന, കടബാധ്യത കാരണത്താൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അവധി നീട്ടിക്കൊടുത്താൽ, ഔ വദഅൻഹു, അല്ലെങ്കിൽ മൊത്തത്തിൽ കടം ഇളവ് ചെയ്തു കൊടുത്താൽ, ഒഴിവാക്കി കൊടുത്താൽ, അദല്ലഹു അല്ലാഹു ഫീ ളില്ലിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തണലിൽ അവന് തണൽ നൽകും. പ്രത്യേകമായി അവൻ്റെ തണലിൽ, ആ പരലോകത്ത് അവന് തണൽ നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ അൻദറ മുഅ്സിറൻ, ആരെങ്കിലും കടബാധ്യത കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു വ്യക്തിക്ക് കടം അവധി നീട്ടിക്കൊടുത്താൽ, കാന ലഹു ബികുല്ലി യൗമിൻ സദഖ, അവൻ്റെ കടം നൽകിയ ആ ഒരു തുകക്കനുസരിച്ച് ഓരോ ദിവസവും സദഖ നൽകിയ പ്രതിഫലം, അത്രയും തുക സദഖ നൽകിയ പ്രതിഫലം അവന് രേഖപ്പെടുത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. വമൻ അൻദറഹു ബഅദ ഹില്ലിഹി കാന ലഹു മിസ്ലുഹു ഫി കുല്ലി യൗമിൻ സദഖ, ആരെങ്കിലും ആ അവധി വന്നതിന് ശേഷമാണ് ഇനി നീട്ടിക്കൊടുക്കുന്നത് എങ്കിൽ ഓരോ ദിവസവും, ആ അതിനുശേഷമുള്ള ഓരോ ദിവസവും അവൻ നൽകിയ തുകയുടെ അത്രയും സദഖ അതിൻ്റെ ഇരട്ടിയായി രേഖപ്പെടുത്തപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. രണ്ട് കാര്യങ്ങളാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, അവധി എത്തുന്നതിന് മുമ്പ് സ്വമേധയാ അവൻ തന്നെ അവനെ വിളിച്ചു പറയുന്നു, അവനെ അറിയിക്കുന്നു, അവധി ഞാൻ നിനക്ക് നീട്ടിത്തന്നിരിക്കുന്നുവെന്ന്. സഹോദരങ്ങൾ, അത് ഒരു ദിവസം ആ ഒരു തുക സദഖ ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നാണ്. ഇനി അവധി വന്നതിന് ശേഷമാണ് ഒരാൾ നീട്ടിക്കൊടുക്കുന്നത് എങ്കിൽ അതിൻ്റെ ഇരട്ടി സമ്പത്ത് ചെലവഴിച്ചതിൻ്റെ പ്രതിഫലം, സദഖ ചെയ്തതിൻ്റെ പ്രതിഫലം ഓരോ ദിവസവും അവന് വേണ്ടി രേഖപ്പെടുത്തപ്പെടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം, ഒന്നുകിൽ സാവകാശം നൽകുക, അല്ലെങ്കിൽ അവനിൽ നിന്നും കടം ഒഴിവാക്കി കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നതാണ്. നമ്മിൽ നിന്നും പണം കടം വാങ്ങിയ സഹോദരന് വേണ്ടി അത് തിരിച്ചു നൽകാൻ തീരെ കഴിയില്ല എന്ന് കണ്ടാൽ സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രീതിക്കായി, അവൻ്റെ തൃപ്തിക്കായി അത് ഒഴിവാക്കി കൊടുക്കുക എന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. ഒരിക്കൽ മഹാനായ സഹാബി അബൂ ഖതാദ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഒരാൾ കടം കൊടുക്കാറുണ്ടായിരുന്നു. അയാൾ ആ വ്യക്തിയെ അന്വേഷിച്ച് വീട്ടിലേക്ക് ചെന്നു. പക്ഷേ ആ വ്യക്തി അബൂ ഖതാദ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ വീട്ടിലൊരു സ്ഥലത്ത് ഒളിച്ചിരുന്നു. അദ്ദേഹത്തെ കാണാതിരിക്കാൻ വേണ്ടി ഒളിച്ചിരുന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കണ്ടെത്തിയപ്പോൾ ആ വ്യക്തി അദ്ദേഹത്തോട് പറയുകയാണ്, എനിക്ക് പ്രയാസമുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും കാലം എനിക്ക് കടം തിരിച്ചടക്കാൻ സാധിക്കാതിരുന്നത്. അപ്പോൾ അദ്ദേഹം സത്യം ചെയ്തുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നീ പറഞ്ഞത് സത്യമാണോ? നിനക്ക് പ്രയാസമുണ്ടോ?
ആ അല്ലാഹ് വല്ലാഹി നിനക്ക് പ്രയാസമുണ്ട്, അല്ലാഹു ആണ്, സത്യമാണോ? അദ്ദേഹം പറഞ്ഞു അല്ലാഹു ആണ്, എനിക്ക് പ്രയാസമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വൈകിപ്പിച്ചത്. അദ്ദേഹം പറയുകയാണ് ഫഇന്നി സമിഅതു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, എങ്കിൽ ഞാൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കേട്ടിട്ടുണ്ട്, മൻ സറഹു അൻ യുൻജിയഹു അല്ലാഹു മിൻ ഖുറബി യൗമിൽ ഖിയാമ, പരലോകത്തെ പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ആരെങ്കിലും ആ കാര്യം ആർക്കെങ്കിലും സന്തോഷമുണ്ടാക്കുന്നുണ്ട് എങ്കിൽ ഫലിയുനഫിസ് അൻ മുഅസിരിൻ ഔ യദഅൻഹു, സാമ്പത്തികമായി കടബാധ്യത കാരണത്താൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അവൻ എളുപ്പം നൽകട്ടെ, അല്ലെങ്കിൽ അവൻ്റെ കടം പൂർണ്ണമായും ഒഴിവാക്കി കൊടുക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. സഹോദരങ്ങളെ, മറ്റൊരാളുടെ കടം വീട്ടാൻ സഹായിക്കുന്ന സംവിധാനങ്ങളോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള സൗകര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ പങ്കാളികളാകാൻ നമ്മൾ ശ്രമിക്കുക. ഈ വ്യത്യസ്തങ്ങളായ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് പ്രയാസം നീക്കിക്കൊടുക്കാൻ ശ്രമിക്കുക. ആ രീതിയിലുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടുക എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും പ്രിയമുള്ള കർമ്മമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. ആ ഹദീസിൽ നാലാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെടുന്ന കർമ്മമായി അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഔ തത്റുദു അൻഹു ജുഅ, ഒരു മുസ്ലിമിനെ തൊട്ട് അവൻ്റെ വിശപ്പ് നീ അകറ്റുക എന്നത്, ഭക്ഷണം നൽകുക എന്നത്. സഹോദരങ്ങളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മങ്ങളിൽ ഒന്നാണ് ആളുകൾക്ക് ഭക്ഷണം നൽകിക്കൊണ്ട് അവരെ സഹായിക്കുക എന്നത്. പുണ്യവാന്മാരുടെ പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുന്ന സത്യവിശ്വാസികളുടെ സ്വഭാവമായി, അവരുടെ ക്വാളിറ്റിയായി, ഗുണമായി അല്ലാഹു പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള നന്മയാണ്. സൂറത്തുൽ ഇൻസാനിലൂടെ അല്ലാഹു പറയുന്നു, വയുത്ഇമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ, അവർ ഭക്ഷണം നൽകുന്ന ആളുകളാണ്. ആ ഭക്ഷണത്തോട് അവർക്ക് ഇഷ്ടമുണ്ട് എന്നിരിക്കെ അവർ മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുന്ന ആളുകളാണ്. മിസ്കീനൻ, സാധുക്കൾക്ക് അവർ ഭക്ഷണം നൽകുന്നു. വയതീമൻ, യതീമുകൾക്ക് അവർ ഭക്ഷണം നൽകുന്നു. വഅസീറ, തടവുകാരായിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണം നൽകുന്നു. ഈ രീതിയിൽ സാധുക്കളെ ഭക്ഷണം നൽകിക്കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നത് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനിന്റെ വിശേഷണമായി പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുക. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, ഇസ്ലാമിൽ ഏറ്റവും ഖൈറായിട്ടുള്ള, ഏറ്റവും നന്മയായിട്ടുള്ള കാര്യം ഏതാണ്? അവിടുന്ന് പറഞ്ഞു, തുത്ഇമു ത്വആം, നീ ഭക്ഷണം നൽകുക എന്നതാണ്. വതഖറഉ സലാമ അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്, മുസ്ലിമീങ്ങളിൽ നിനക്ക് പരിചയമുള്ളവരോടും നിനക്ക് പരിചയമില്ലാത്തവരോടും അങ്ങനെ എല്ലാവരോടും നീ സലാം പറയുക എന്നതാണ് ഏറ്റവും വലിയ നന്മയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ വന്നതിന് ശേഷം നടത്തിയ ആദ്യത്തെ ഖുതുബയിൽ അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് പറയുന്നു, അയ്യുഹന്നാസ്, ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നു, അഫ്ഷുസ്സലാം, നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക. വഅത്ഇമുത് തആം, ഭക്ഷണം നൽകുക. വസിലുൽ അർഹാം, കുടുംബബന്ധം ചേർക്കുക. വസല്ലു ബില്ലൈലി വന്നാസു നിയാം, ആളുകൾ ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിൽ രാത്രിയിൽ നിങ്ങൾ അല്ലാഹുവിനോട് നിസ്കരിക്കുക. തദ്ഖുലുൽ ജന്നത ബിസലാം, ഈ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ സലാമായ രീതിയിൽ, സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇന്ന ഫിൽ ജന്നതി ഖുറഫ, സ്വർഗത്തിൽ ചില റൂമുകളുണ്ട്, ചില മുറികളുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് കാണാൻ സാധിക്കുന്ന, പുറത്ത് നിന്ന് അകത്തേക്ക് കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രത്യേകമായ രീതിയിലുള്ള ചില ഭവനങ്ങളുണ്ട്. അല്ലാഹു അത് നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത്, തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ആർക്കാണ്? ലിമൻ അലാനൽ കലാം, സൗമ്യമായ രീതിയിൽ സംസാരിക്കുന്ന ആളുകൾക്ക് വേണ്ടി. ഭക്ഷണം നൽകുന്ന ആളുകൾക്ക് വേണ്ടി. തുടരെ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി. രാത്രിയിൽ ആളുകൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നിസ്കരിക്കുന്നവർക്ക് വേണ്ടി അല്ലാഹു തയ്യാറാക്കി വെച്ചിട്ടുള്ള കാര്യമാണ് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അഫ്ളലുൽ അമാൽ, അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം എന്നുള്ളത് അൻ തുദ്ഖില അലാ അഖീകൽ മുഅ്മിൻ സുറൂറ. നേരത്തെ ഞാൻ വായിച്ച ഹദീസാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ്. മുഅ്മിനിന്റെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാക്കി കൊടുക്കുക. ഔ തഖ്ദി അൻഹു ദൈന, അല്ലെങ്കിൽ അവന്റെ കടം വീട്ടി കൊടുക്കുക. ഔ തുത്ഇമഹു ഖുബ്സ,
അല്ലെങ്കിൽ നിനക്ക് ഏത് രീതിയിൽ സഹായിക്കാൻ സാധിക്കുമോ ആ രീതിയിൽ ഒരു റൊട്ടി കഷ്ണം അവനെ ഭക്ഷിപ്പിച്ചുകൊണ്ടെങ്കിലും നീ അവനെ സഹായിക്കുക എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, ലൈസൽ മുഅ്മിനു അല്ലദീ യശ്ബഉ വജാറുഹു ജായ. അയൽവാസി പട്ടിണി കിടക്കുന്ന അവസ്ഥയിൽ വയറ് നിറച്ചുണ്ണുന്നവൻ മുഅ്മിനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്. അതുകൊണ്ട് നമ്മുടെ അയൽവാസികളിലോ സുഹൃത്തുക്കളിലോ ആരെങ്കിലും വിശപ്പോ അല്ലെങ്കിൽ വിഷമമോ കാരണങ്ങളാൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ നമ്മൾ അവർ പരിശോധിക്കണം. അവർക്ക് വേണ്ടി സഹായങ്ങൾ എത്തിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഞ്ചാമതായി അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിട്ടുള്ള കാര്യം, വല അൻ അംശിയ മഅഖിൽ മുസ്ലിമി ഫി ഹാജത്തിൻ. എൻ്റെ ഒരു മുസ്ലിമായ സഹോദരൻ്റെ ആവശ്യത്തിനു വേണ്ടി വല്ല ആവശ്യത്തിനു വേണ്ടി അവൻ്റെ കൂടെ നടക്കുക എന്നതാണ്. അഹബ്ബു ഇലയ്യ മിൻ അൻ അഅതകിഫ ഫിൽ മസ്ജിദ് ഷഹറ. ഒരു മാസം മസ്ജിദിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള കാര്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. വമൻ മശാ മഅ അഖീഹിൽ മുസ്ലിമി ഫി ഹാജതിഹി ഹത്താ യുസ്ബിതഹാ ലഹു. ആരെങ്കിലും അവൻ്റെ മുസ്ലിമായ സഹോദരൻ്റെ കൂടെ അവൻ്റെ ആവശ്യം പൂർണ്ണമായ രീതിയിൽ നിറവേറ്റി കൊടുക്കുന്നത് വരെ അവൻ്റെ കൂടെ നടക്കുകയാണ് എങ്കിൽ അസ്ബതല്ലാഹു തആല ഖദമഹു യൗമ തസില്ലുൽ അഖ്ദാം. കാലുകൾ ഇടറിപ്പോകുന്ന ദിവസങ്ങളിൽ അഥവാ പരലോകത്ത് അല്ലാഹു അവൻ്റെ കാലുകൾക്ക് സ്ഥൈര്യം നൽകും, ഉറപ്പ് നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീ. ഒരടിമ അവൻ്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം കാലം അള്ളാഹു ആ അടിമയെ സഹായിച്ചു കൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. ഇങ്ങനെയായിരുന്നു സഹോദരങ്ങളെ നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റം. അവിടുത്തെ സ്വഭാവം ഈ രീതിയിലായിരുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ, വഹി ഇറങ്ങിയ ആ ഒരു വഹിയിൻ്റെ ആരംഭഘട്ടത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ട ആ ഒരു ഭയപ്പാടിൽ പേടിച്ച് വിറച്ചുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമ്മിലൂനി സമ്മിലൂനി എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മഹദി ഖദീജ റളിയല്ലാഹു അൻഹ സമാധാനിപ്പിച്ച വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുള്ള നന്മകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹു താങ്കളെ ഒരിക്കലും കൈവിട്ട് കളയുകയില്ല, അള്ളാഹു താങ്കളെ ഒരിക്കലും അപമാനിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുള്ള നന്മകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അവരെ സമാധാനിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്നു, ഖല്ല, ഒരിക്കലും നിങ്ങൾ പ്രയാസപ്പെടേണ്ട, ബേജാറാകേണ്ടതില്ല, പേടിക്കേണ്ട, അബ്ശിർ, സന്തോഷിക്കുക, ഫവല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദ. അള്ളാഹുവാണ് സത്യം, ഒരിക്കലും അള്ളാഹു താങ്കളെ നിന്ദ്യനാക്കുകയില്ല. കാരണം ഇന്നക ലതസിലുർ റഹിം, എടുത്തു പറയുകയാണ് നന്മകൾ, ഭർത്താവിൻ്റെ നന്മകൾ എടുത്തു പറയുകയാണ്. ഇന്നക ലതസിലുർ റഹിം, താങ്കൾ കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്, വ്യക്തിയാണ്. വതസ്ദുഖുൽ ഹദീസ്, ആളുകളോട് സംസാരിക്കുമ്പോൾ സത്യം മാത്രം പറയുന്ന സത്യസന്ധനാണ്. ആ നിലക്കാണ് താങ്കൾ അറിയപ്പെട്ടത്. അൽ അസ്സാദിഖുൽ അമീൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയപ്പെട്ടിട്ടുള്ളത്. വതഹ്മിലുൽ കൽ, ആളുകളുടെ പ്രയാസങ്ങൾ ഏറ്റെടുക്കുന്ന, അവരെ സഹായിക്കുന്ന വ്യക്തിയാണ്. അതിഥികളെ സൽക്കരിക്കുന്ന, മാന്യതയോടെ ഏറ്റവും നല്ല രീതിയിൽ അതിഥികളെ സൽക്കരിക്കുന്ന, അവരെ സ്വീകരിക്കുന്ന വ്യക്തിയാണ്. വതുഈനു അലാ നവാഇബിൽ ഹഖ്, ആളുകളെ അവരുടെ മുസീബത്തിൻ്റെ വേളയിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിപത്തുകൾ കാരണത്താൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ താങ്കൾ സഹായിക്കുന്ന വ്യക്തിയാണ്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നന്മകൾ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് അവിടുത്തെ സമാധാനിപ്പിക്കുന്നത് കാണുവാൻ സാധിക്കും. ഇങ്ങനെയാണ് സഹോദരങ്ങളെ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ രീതി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട് എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട് എന്ന് അള്ളാഹു റബ്ബുൽ ആലമീൻ പറയുകയാണ്. ആ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട്, ആ മാതൃക പിൻപറ്റിക്കൊണ്ട്, അവിടുത്തെ അനുധാവനം ചെയ്തുകൊണ്ട് സഹോദരങ്ങളെ ആളുകൾക്ക് ഏറ്റവും നല്ല ഉപകാരം ചെയ്യുന്ന ആളുകളായി മാറാൻ നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കേണ്ടതുണ്ട്. എങ്കിൽ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളായി മാറാൻ നമുക്ക് സാധിക്കുന്നതാണ്. അവസാനം ഒരൊറ്റ ഹദീസ് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന ലില്ലാഹി അഖ്വാമൻ, അള്ളാഹുവിന് ചില ആളുകളുണ്ട്, ചില വിഭാഗം ആളുകളുണ്ട്, അള്ളാഹു അവർക്ക് പ്രത്യേകമായി ചില അനുഗ്രഹം നൽകിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് അള്ളാഹു അവർക്ക് നിഅമത്തുകൾ നൽകിയിട്ടുള്ളത്? ലിമനാഫിഉൽ ഇബാദ്, ആളുകളെ, അടിമകളെ സഹായിക്കാൻ വേണ്ടി. അങ്ങനെ ചില ആളുകൾ അള്ളാഹു പ്രത്യേകം ചില ആളുകൾക്ക് നിഅമത്ത് നൽകിയിട്ടുണ്ട് എന്നാണ്. അവർക്ക് മറ്റുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടി ചില നിഅമത്തുകൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. യുഖിറുഹും ഫീഹാ മാ ബദലൂഹാ, ആ അനുഗ്രഹം, നിഅമത്തുകൾ അവർ മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്നിടത്തോളം കാലം
ആ നിഅമത്തുകൾ അവരിൽ തന്നെ നിലനിൽക്കും. ഫൈദാ മനഊഹ, അവർ ആ നിഅമത്തുകൾ വെച്ചുകൊണ്ട് ആളുകൾക്ക് ഉപകാരം ചെയ്യുന്നത് തടഞ്ഞു വെച്ചാൽ, നിർത്തിവെച്ചാൽ, നസഅഹ മിൻഹും, ആ നിഅമത്തുകൾ അവരിൽ നിന്നും അല്ലാഹു എടുത്തു മാറ്റിക്കളയും. ഫഹവ്വലഹ ഇലാ ഗൈരിഹിം, മറ്റുള്ള ആളുകൾക്ക് അല്ലാഹു ആ നിഅമത്തുകൾ നൽകുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആളുകൾക്ക് ഉപകാരം ചെയ്യുന്ന, ഏറ്റവും നല്ല ഉപകാരം ചെയ്യുന്ന ആളുകളായി മാറാൻ നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا أرحم الراحمين. اللهم صل وسلم وبارك على عبدك ورسولك نبينا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد والحمد لله رب العالمين.